ഹരിയോ ഓം നമോ ഭഗവതേ വാസുദേവായ. സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. SPYS NYC മലയാളം ഓൺലൈനിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച നാരായണീയ പഠനയാത്ര പല ജില്ലകളിലെയും പഠനം പൂർത്തിയാക്കി സാക്ഷാൽ ശബരീശന്റെ ജന്മനാടായ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. കൊല്ലവും പത്തനംതിട്ടയും ചേർന്നുള്ള പഠനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് അന്വർത്ഥമാകാതിരിക്കാൻ ഞങ്ങൾ രണ്ടു കൂട്ടരും പത്തനംതിട്ടയിൽ ഒത്തുകൂടി അധ്യയനം നടത്താമെന്ന് തന്നെ തീരുമാനിച്ചു. എല്ലാ ജില്ലകളിലെയും യോഗബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രമുഖരെല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ട് താനും. ഏതായാലും പഠനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ കുറിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയവ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റാരുമല്ല, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ മുൻ സർക്കിൾ ഇൻസ്പെക്ടറും പത്തനംതിട്ട നിവാസിയും അതിലുപരി നമ്മുടെ യോഗബന്ധുവുമായ ആദരണീയായ ഓമനക്കുട്ടിയൊക്കെയാണ്. അക്ക പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹരിയോം ഓമനക്കുട്ടിയക്ക. ഹരിയോം. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. പത്തനംതിട്ട, കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയും സാംസ്കാരിക കേന്ദ്രങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ 13ാമത് റവന്യൂ ജില്ലയായി 1982 പത്തനംതിട്ട രൂപീകൃതമായി. അന്നുണ്ടായിരുന്ന ബഹുമാന്യനായ MLA KK നായർ അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി കൊല്ലം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളുടെ കുറെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് രൂപം കൊടുത്തു. മലയോര പ്രദേശങ്ങൾ മുഴുവനും ളാഹ, ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ്, കൊടുമൺ പ്ലാന്റേഷൻ എന്നീ റബ്ബർ എസ്റ്റേറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കാർഷിക കലാ സാംസ്കാരിക മേഖലകളിലും പത്തനംതിട്ട മുൻനിരയിൽ തന്നെയാണ്. ശരണമന്ത്രങ്ങളാൽ സമ്പന്നമായ ശബരിമല തീർത്ഥാടന ക്ഷേത്രം ജില്ലയിലെ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നെയ്യഭിഷേകമാണ് പ്രധാന വഴിപാട്. ഭഗവാന് ചാർത്താനുള്ള തങ്കയങ്കി ആറന്മുള ക്ഷേത്രത്തിലും തിരുവാഭരണം പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലും സൂക്ഷിക്കുന്നു. മകരസംക്രമണ ദിനത്തിൽ മകരജ്യോതി ദർശിച്ച് 10 ലക്ഷങ്ങൾ സായുജ്യമടയുന്നു. നടയടച്ചു കഴിഞ്ഞാൽ തിരുവാഭരണം ഏവർക്കും ദർശിക്കാനായി റാന്നി പെരുനാട് ക്ഷേത്രത്തിൽ വയ്ക്കാറുണ്ട്. മലയാലപ്പുഴ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം, അച്ചൻകോവിലാർ വലം വയ്ക്കുന്ന വലഞ്ചുഴി ദേവി ക്ഷേത്രം, താഴൂർ ഭഗവതി ക്ഷേത്രം, കൊടുന്തറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, വഴിപാടായി തൂക്കം നടത്തുന്ന ഏഴംകുളം ദേവീക്ഷേത്രം, തട്ട ഒരുപ്പുറം ദേവീക്ഷേത്രം, അതുപോലെ തന്നെ കൊടുമൺ ചിലന്തി അമ്പലം, കവിയൂർ ഹനുമാൻ ക്ഷേത്രം, പടിയണയ്ക്ക് പേര് കേട്ട കടമനട്ട ദേവീക്ഷേത്രം, ഏറ്റവും ഉയരം കൂടിയ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്ന ചുട്ടിപ്പാറ ക്ഷേത്രം പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്താണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷൻ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാരാമൺ കൺവെൻഷനും പമ്പ മണപ്പുറത്താണ് നടക്കുന്നത്. തെള്ളിയൂർക്കാവ് വൃശ്ചികവാണിഭം പഴമയുടെയും ഒരുമയുടെയും സന്ദേശമാണ് നൽകുന്നത്. ഉപ്പു മുതൽ കർപ്പൂരം വരെ ലഭിക്കുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഉണക്ക സ്രാവിന്റെ വിൽപ്പനയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി പെരുന്തേനരുവി വാട്ടർഫാൾസ്, കോന്നി ഇക്കോ ടൂറിസം, കുട്ടവഞ്ചി സവാരി, കോന്നി ആനക്കൂട് എന്നിവ പത്തനംതിട്ടയുടെ അഭിമാനമാണ്. ഉത്രട്ടാതി ജലമേള, വാസ്തുവിദ്യ ഗുരുകുലം, ആറന്മുള കണ്ണാടി, അഷ്ടമിരോഹിണി വള്ളസദ്യ ഇവയെല്ലാം ആറന്മുളയ്ക്ക് സ്വന്തമാണ്. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം അവിടുത്തെ ഉണ്ണിയപ്പ വഴിപാട് പ്രാധാന്യവും സ്വാദിഷ്ടവുമാണ്. കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം, വിലങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഇവിടെ അഗ്നിക്കാവടിയും ഷഷ്ടിവ്രതവുമാണ് പ്രാധാന്യം. കുറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയ വിളക്കെടുക്കുന്നത് പ്രധാന ആചാരമാണ്. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവുരുത്തി മലനട ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ പള്ളിപ്പാല നടന്നു വരുന്നു. കെട്ടുകാഴ്ചയും പ്രധാനമാണ്. ഓച്ചിറ പരബ്രഹ്മം, കുളത്തുപുഴ ആര്യൻകാവ് അയ്യപ്പ ക്ഷേത്രം, തിരുമുല്ലവാരം മഹാദേവ ക്ഷേത്രം, പുതിയകാവ് ദേവീക്ഷേത്രം,
പട്ടാഴി ദേവീക്ഷേത്രം, കോട്ടയ്ക്കൽ ഗുഹാക്ഷേത്രം, കാട്ടിൽമേക്കാവ് ദേവീക്ഷേത്രം, തലവൂർ ഭദ്രകാളി ക്ഷേത്രം ഇവയെല്ലാം മറ്റു ക്ഷേത്രങ്ങളിൽ ചിലത് മാത്രമാണ്. വർക്കല ശിവഗിരി തീർത്ഥാടനം ലോക പ്രശസ്തമാണ്. കൊല്ലം ജില്ലയിലെ സഞ്ചാര കേന്ദ്രങ്ങൾ പാലരുവി വാട്ടർഫാൾസ്, തെന്മല ഇക്കോ ടൂറിസം, തെന്മല ഡാം, കൊല്ലം ലൈറ്റ് ഹൗസ്, ശാസ്താംകോട്ട ശുദ്ധേല തടാകം, ജടായുപ്പാറ എന്നിവ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാകും. വേലുത്തമ്പിതളവ വീരമൃത്യു വരിച്ച ചരിത്രമുറങ്ങുന്ന മണ്ണടി കൊല്ലത്തിന് സ്വന്തമാണ്. തീരദേശവാസികളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിപണനം നടത്തുകയും മത്സ്യബന്ധനവും പ്രധാനമാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ വൻകിട വ്യവസായ സംരംഭമാണ് കശുവണ്ടി ഫാക്ടറികൾ. ഹരി ഓം. ഓമനക്കുട്ടിയക്ക. കുറഞ്ഞ സമയത്തിനുള്ളിൽ പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും പരിചയപ്പെടുത്തി തന്ന ഓമനക്കുട്ടിയക്കയ്ക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇന്നത്തെ നാരായണീയ പഠനത്തിലേക്ക് കടക്കാം. 74 ലക്ഷമായ മധുരാപുരി പ്രവേശമാണ് ഇന്ന് പഠനത്തിനുള്ളത്. ഭഗവാൻ പകലിന്റെ പകുതി കഴിഞ്ഞ സമയം, അതായത് മധ്യാഹ്നം കഴിഞ്ഞ് മധുരയിൽ എത്തിച്ചേർന്നു. അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് ഇന്നത്തെ പഠനത്തിൽ കേൾക്കാം. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് പത്തനംതിട്ടയിലെ കുഞ്ഞു പഠിതാക്കളായ സൂര്യനാരായണൻ, സൂര്യഗായത്രി, ആദിശ്രീ എന്നിവരാണ്. അതേപോലെ ശ്ലോകം ഗൈഡൻസ് തരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള സ്വദേശിയും ഭജനയിലെ ഒരു പ്രമുഖമായ ജയശ്രീ കൃഷ്ണകുമാറൊക്കെയാണ്. ശ്ലോകങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ യോഗബന്ധുക്കളായ വിമലാക്ക, ജയകുമാരിയക്ക വരില്ല എന്ന് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. അതിന് പകരം വിമലാക്ക തന്നെ ആ ശ്ലോകങ്ങൾ ചൊല്ലുന്നതായിരിക്കും. ജയലക്ഷ്മി അക്ക എന്നിവരും പത്തനംതിട്ട ജില്ലയിലെ യോഗബന്ധുക്കളായ ഓമനാക്കയും ആനന്ദവല്ലിയക്കയുമാണ്. ഇവരെല്ലാം 2 ശ്ലോകങ്ങൾ വീതം ആവർത്തിച്ച് ചൊല്ലുന്നു. ഈ ശ്ലോകങ്ങളുടെ എല്ലാം സാരാംശം പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ജയശ്രീ ശിവപ്രസാദ് ഒക്കെയാണ്. സമർപ്പണം ശ്ലോകം ചൊല്ലാൻ ഏറ്റിരുന്നത് കൊല്ലം ജില്ലയിലെ രവീന്ദ്രൻപിള്ള അണ്ണനാണ്. അപ്പോൾ ജയകുമാരിയക്കയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് രവീന്ദ്രൻപിള്ള അണ്ണനും മിക്കവാറും വരില്ല എന്നാണ് തോന്നുന്നത്. അതിന് പകരം സമർപ്പണ ശ്ലോകം ജയശ്രീ ശിവപ്രസാദ് അക്ക ചൊല്ലുന്നതായിരിക്കും. ലോകകല്യാണ മന്ത്രം ചൊല്ലുന്നത് പത്തനംതിട്ട ജില്ലയിലെ പ്രഭാകരൻ അണ്ണനാണ്. ഏവരെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും സമിതിയുടെയും എന്റെയും മറ്റുള്ള എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ധ്യാന ശ്ലോകത്തിനായി സൂര്യനാരായണൻ, സൂര്യഗായത്രി, ആദിശ്രീ എന്നിവരെ വാത്സല്യത്തോടെ ക്ഷണിക്കുന്നു. ഹരിശ്ര മക്കളെ തുടങ്ങിക്കോളൂ. ഹരിയോ. അഗജാനന പദ്മാർകം ഗജാനനം മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ ഏകദന്തം ഉപാസ്മഹേ. ശ്രീ മഹാഗണപതേ നമഃ. ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തേ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്യേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ. ഹരിയോ.
മക്കൾ നന്നായിട്ട് എല്ലാവരും ധ്യാന ശ്ലോകം ചൊല്ലി. ഭയങ്കര സന്തോഷമുണ്ട്. നന്ദി രേഖപ്പെടുന്നു. അടുത്തതായി ചാൻഡിങ് ഗൈഡൻസും റെപ്പറ്റേഷനുമാണ്. ചാൻഡിങ് ഗൈഡൻസിനായി ജയശ്രീ കൃഷ്ണകുമാർ അക്കയെയും ആവർത്തിച്ച് ചൊല്ലാൻ വിമലാക്ക, ജയലക്ഷ്മി അക്ക, ആനന്ദവല്ലിയക്ക, ഓമനാക്ക എന്നിവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയും ജയശ്രീ അക്ക. സാക്ഷാൽ തിരുവാറന്നോട്ടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അക്ക തുടങ്ങിക്കോളൂ. ഹരിയോം. ഹരിയോം. ഓം നമോ നാരായണായ നമ. ശ്രീ തിരുവാറന്മുളേശാ ശരണം. ദശകം 74 ഭഗവാന്റെ മഥുരാപുരി പ്രവേശം. ഈ അധ്യായത്തില് ശ്രീകൃഷ്ണ വധാർത്ഥം കംസൻ ധനുര്യാഗം നടത്തുകയും അതിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ക്ഷണിക്കാനായിട്ട് പരമഭക്തനായ അക്രൂരയെ അയക്കുകയും ചെയ്യാം. അക്രൂരന്റെ ക്ഷണം സ്വീകരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ബലഭദ്രരാമനോടും തന്റെ മറ്റു സുഹൃത്തുക്കളോടും കൂടി രഥത്തിൽ മധുരയിലേക്ക് പ്രവേശിക്കുകയാണ്. തദവസരത്തിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അല്പസമയം വിശ്രമിച്ചതിന് ശേഷം മധുരാ നഗരം ചുറ്റി കറങ്ങാനായിട്ട് സുഹൃത്തുക്കളോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥത്തിൽ പുറപ്പെടുന്ന അവസരമാണിത്. ആ സമയത്ത് ധാരാളം മധുരാ നിവാസികൾ, സ്ത്രീ പുരുഷ ആബാലവൃദ്ധ ജനങ്ങളും ഭഗവാന്റെ ദർശനം വളരെ നാളുകൾ കൊണ്ട് കാക്ഷിച്ചിരിക്കുകയാണ്. ആ മധുരാ നിവാസികൾ ഭഗവാന്റെ നഗരി കാണിക്കലിന് ഇരുവശങ്ങളിലും കൂപ്പുകൈകോട് നിന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുകയാണ്. തദവസരത്തിൽ അവർക്കുണ്ടായ ദിവ്യ അനുഭവങ്ങളെ കുറിച്ചാണ് ഈ 74-ാമത്തെ അധ്യായത്തിൽ ശ്രീ ഭട്ടതിരിപ്പാട് അതിമനോഹരമായി 10 ശ്ലോകങ്ങളിൽ കൂടി വർണ്ണിച്ചിരിക്കുന്നത്. ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ദശകത്തിലെ ശ്ലോകങ്ങൾ ഓരോന്നായി പരിചയപ്പെടാം, അവയുടെ പദച്ഛേദവും. ശ്ലോകം 1 പദച്ഛേദം ആദ്യം നോക്കാം. സംപ്രാപ്തോ മധുരാം ദിന അർദ്ധവിഗമേ തത്ര അന്തര അസ്മിൻ വസൻ ആരാമേ വിഹിത അശന സഖിജനൈഃ യാദഃ പുരിം ഈക്ഷിതും പ്രാപഃ രാജപഥം ചിരശ്രുതി ധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുംസ ഉദ്യത് അഗണ്യ പുണ്യ നികളൈഃ ആകൃഷ്യമാണോനു കിം. ശ്ലോകം പരിചയപ്പെടാം. സംപ്രാപ്തോ മധുരാം ദിനാർത്ഥ വിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശനാ സഖിജനൈർ യാദപുരിം ഈക്ഷിതും. സംപ്രാപ്തോ മധുരാം ദിനാർത്ഥ വിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഖിജനൈർ യാദപുരീമീക്ഷിതും. പ്രാപോ രാജപഥം ചിരശ്രുതിധൃത വ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യതഗണ്യ പുണ്യ നികളൈർ ആകൃഷ്യമാണോനു കിം. പ്രാപോ രാജപദം ചിരശ്രുതിധൃത വ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യതഗണ്യ പുണ്യ നികളൈർ ആകൃഷ്യമാണോനു കിം. സംപ്രാപ്തോ മധുരാം ദിനാർത്ഥ വിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശനാ സഖിജനൈർ യാദപുരിം ഈക്ഷിതും. പ്രാപോ രാജപഥം ചിരശ്രുതിധൃത വ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യതഗണ്യ പുണ്യ നികളൈർ ആകൃഷ്യമാണോനു കിം. സംപ്രാപ്തോ മധുരാം ദിനാർത്ഥ വിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഖിജനൈർ യാദപുരീമീക്ഷിതും. പ്രാപോ രാജപദം ചിരശ്രുതി ധൃത വ്യാലോക കൗതൂഹല
സ്ത്രീ പുംസോദ്യതഗണ്യ പുണ്യനികളേർ ആകൃഷ്യമാണോനു കിം. ശ്ലോകം 2 പദച്ഛേദം. ത്വത് പാദ ദ്യുതിവത് സരാഗ സുഭഗാഃ ത്വത് മൂർത്തിവത് യോഷിതഃ സംപ്രാപ്താ വിലസത് പയോധര രുചോ ലോലാഭവത് ദൃഷ്ടിവത് ഹാരിണ്യസ്ത്വത് ഉരസ്ഥലീവത് ഐതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യ ഉല്ലസിത കചൗഖ രുചിവത് രാജത് കലാപ ആശ്രിത. ശ്ലോകം. ത്വത്പാദദ്യുതിവത്സരാഗസുഭഗാ സ്വന്മൂർത്തിവദ്യോഷിതാ സംപ്രാപ്താ വിലസത്പയോധരരുചോ ലോലാഭവദൃഷ്ടിവത്. ത്വത്പാദാദ്യുതിവത്സരാഗസുഭഗാ ത്വന്മൂർത്തിവദ്യോഷിതാ സംപ്രാപ്ത വിലസത്പയോധരരുചോ ലോലാഭവദൃഷ്ടിവത്. ഹാരിണ്യസ്ത്വദുരസ്ഥലീവതയിതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാ കചൗഘരുചിവത് രാജത് കലാപാശ്രിതാ. ഹാരിണ്യാസ്ത്വദുരസ്ഥലേ വദയിതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാ കചൗഖരുചിവത് രാജത് കലാപാശ്രിതാഃ. ത്വത്പാദദ്യുതിവത്സരാഗസുഭഗാ സ്വന്മൂർത്തിവത് യോഷിതാ സംപ്രാപ്താ വിലസത്പയോധരരുചോ ലോലാഭവത് ദൃഷ്ടിവത് ഹാരിണ്യസ്ത്വദുരസ്ഥലീവതയിതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാ കചൗഘരുചിവത് രാജത് കലാപാശ്രിതാ. ത്വത്പാദദ്യുതിവത്സരാഗസുഭഗാ സ്ത്വന്മൂർത്തിവദ്യോഷിതാ സംപ്രാപ്ത വിലസത്പയോധരുചോ ലോലാഭവദൃഷ്ടിവത് ഹാരിണ്യാസ്ത്വദുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാ കചൗഖരുചിവത് രാജത് കലാപാശ്രിതാ. ശ്ലോകം 3 പദച്ഛേദം. താസാം ആകലയൻ അപാംഗവലനൈഃ മോദം പ്രഹർഷ അദ്ഭുത വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പണിം പ്രാർത്ഥയൻ കഹസ്തേ ദാസ്യതി രാജകീയ വസനം യാഹി ഇതി തേന ഉദിത സദ്യഃ തസ്യ കരേണ ശീർഷം ആഹൃതാഃ സോപ്യാപ പുണ്യാം ഗതിം. ശ്ലോകം. താസാമാകലയന്നപാംഗവലനൈർ മോദം പ്രഹർഷാത്ഭുതാ വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടിം പ്രാർത്ഥയൻ. താസാമാകലയന്നപാംഗവലനൈർ മോദം പ്രഹർഷാത്ഭുതാ വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടിം പ്രാർത്ഥയൻ. കസ്തേ ദാസ്യതി രാജകീയ വസനം യാഹീതി തേനോദിതാ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃതാ സോപ്യാപ പുണ്യാം ഗതിം. ഹസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിതാ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃതാ സോപ്യാപ പുണ്യാം ഗതിം. താസാമാകലയന്നപാംഗവലനൈർ മോദം പ്രഹർഷാദ്ഭുതാ വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടിം പ്രാർത്ഥയൻ. കസ്തേ ദാസ്യതി രാജകീയ വസനം യാഹീതി തേനോദിതാ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃതാ സോപ്യാപ പുണ്യാം ഗതിം.
താസാമാകലയന്നപാങ്കവലനേർ മോദം പ്രഹർഷാത്ഭുതാ വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിതാ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃതാ സോപ്യാപ പുണ്യാം ഗതീം. ശ്ലോകം 4 പദച്ഛേദം. ഭൂയഃ വായകം ഏകം ആയതമതിം തോഷേണ വേഷ ഉചിതം ദാശ്വാംസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിഃ സ്തബകൈഃ സ്തവൈരഭിഃ പുനഃ മാലാകൃതാ മാനിതോഃ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. ശ്ലോകം. ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം. ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം. മാലാഭിം സബകൈ സ്തവൈരപി പുനർ മാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. മാലാഭിം സ്തൈവര വൈരവിപുന മാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭി സ്തബകൈ സ്തവൈരപി പുനർ മാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. ഭൂയോ വായകമേതമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാസം സ്വപദം നിനേഥ സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭി സ്തൈവൈരവൈരവി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിതപദേ. ശ്ലോകം 5 പദച്ഛേദം. കുബ്ജാം അബ്ജവിലോചനാം പതി പുനഃ ദൃഷ്ട്വാ ദദാസ് തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്ഥാം ഋജുതാം അഥ പ്രദയിതും ഗാത്രേപി തസ്യാ സ്ഫുടം രത്നൻ മഞ്ജുകരേണ താം ഉദനയസ് താവത് ജഗത്സുന്ദരി. ശ്ലോകം. കുബ്ജാമബ്ജവിലോചനാം പതി പുനർ ദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദദാസ് തസ്യാ മഹാന്തം ഹൃദി. കുബ്ജാമബ്ജവിലോചനാം പതി പുനർ ദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദദാ തസ്യാ മഹാന്തം ഹൃദി. ചിത്തസ്താം ഋജുതാമഥ പ്രഥയിതും ഗാത്രേപി തസ്യാ സ്ഫുടം രത്നൻ മഞ്ജുകരേണ താമുദനയൻ താവജ്ജഗൽ സുന്ദരീം. ചിത്തസ്താം ഋജുതാമത പ്രഥയിതും ഗാത്രേപി തസ്യാ സ്ഫുടം രത്നൻ മഞ്ജുകരേണ താമുദനയ താവൽജഗസുന്ദരീ. കുബ്ജാമബ്ജവിലോചനാം പതി പുനർ ദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദദാസ് തസ്യാ
स्यामहान्तं हृदि चित्तस्तां ऋजुतामथ प्रथयितुं गात्रेऽपि तस्या स्फुटं व्यग्नन्मञ्जुकरेण तामुदनयत् तावज्जगत्सुन्दरी कुब्जामब्जविलोचनाम्बदि पुनर्दृष्ट्वाङ्गरागे तया दत्ते साधु किलाङ्गरागमददा तस्य महान्तं हृदि चित्तस्तामृजुतामदप्रदयितुं गात्रे विश्वस्यासुडं रत्नन्मञ्जुकरेण तामुदनय तावज्जगत्सुन्दरी. ശ്ലോകം 6 പദച്ഛേദം. താവത് നിശ്ചിത വൈഭവ സ്തവ വിഭോ അത്യന്ത പാപാജന യത് കിഞ്ചിത് ദദതേ സ്മ ശക്യ അനുഗുണം താംബൂല മാല്യ അധികം ഗ്രഹ്ണാന കുസുമാദി കിഞ്ചന തഥാ മാർഗേ നിബദ്ധ അഞ്ജലിർ ന അതിഷ്ടം ബദഃ യദ അദ്യ വിപുലാം ആർത്തിം വ്രജാമി പ്രഭോ. ശ്ലോകം. താവത് നിശ്ചിത വൈഭവാസ്തവ വിഭോ അത്യന്ത പാപാജനാം യത്കിഞ്ചിത് ദദതേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം. तावत् निश्चित वैभवास्तव विभो नात्यन्त पापाजना यत्किञ्चिद्ददति स्म शक्त्यनुगुणं ताम्बूलमाल्यादिकम्. व्यग्नान कुसुमादि किञ्चन तदा मार्गे निबद्धाञ्जलिर्नातिष्ठं वदः यतोऽद्य विपुलाम् आर्तिं व्रजामि प्रभो. कृष्णानकुसुमादिकिञ्चन तदा मार्गे निबन्धाञ्जलिः आदिष्टं वदः यतोऽद्य विपुलाम् आर्तिं व्रजामि प्रभो. तावत् निश्चित वैभवास्तव विभो अत्यन्त पापाजनां यत्किञ्चित् ददते स्म शक्त्यनुगुणं ताम्बूलमाल्यादिकं गृह्णान कुसुमादिकिञ्चन तदा मार्गे निबद्धाञ्जलिर्नादिष्टं वदः यतोऽद्य विपुलाम् आर्तिं व्रजामि प्रभो. तावन्निश्चित वैभवास्तव विभो नात्यन्त पापाजना यत्किञ्चित् ददते स्म शक्त्यनुगुणं ताम्बूलमाल्यादिकं गृह्णान कुसुमादिकिञ्चन तदा मार्गे निबन्धाञ्जलिः आदिष्टं वदः यतोऽद्य विपुलाम् ആർത്തിം വ്രജാമി പ്രഭോ. ശ്ലോകം 7 പദച്ഛേദം. യേഷ്യാം ഇതി വിമുക്ത അപി ഭഗവൻ ആലേപദാത്ര്യാ തയാ ദൂരാത് കാതരയാ നിരീക്ഷിത ഗതിഃ ത്വം പ്രാവിശോഹ ഗോപുരം ആഘോഷ അനുമിത ത്വത് ആഗമ മഹാഹർഷ ഉല്ലളത് ദേവകി വക്ഷോജ പ്രകളത് പയോരസം ഇഷാദ് ത്വത് കീർത്തിർ അന്തർഗത. ശ്ലോകം. യേഷ്യാമീതി വിമുക്തയാഭി ഭഗവൻ ആലേപദാത്ര്യാ തയാ ദൂരാത് കാതരയാ നിരീക്ഷിത ഗതി ത്വം പ്രാവിശോ ഗോപുരം. യേഷ്യാമീതി വിമുക്തയാഭി ഭഗവൻ ആലേപദാത്ര്യാ തയാ ദൂരാത് കാതരയാ നിരീക്ഷിത ഗതിഃ ത്വം പ്രാവിശോ ഗോപുരം. ആഘോഷാനുമിതത്വദാഗമമഹാം ഹർഷോല്ലളദ്ദേവകീ വക്ഷോജ പ്രഗളത് പയോരസമിഷാത്
त्वत्कीर्तिरन्तर्गता ആഘോഷാനുമിതത്വദാഗമമഹാഹർഷോല്ലളദ്ദേവകീ വക്ഷോജ പ്രകളത്പയോരസമിഷാത് ത്വത്കീർത്തിരന്തർഗതാ येष्यामीति विमुक्तयापि भगवन् आलेपदात्र्यात्तया दूरात् कादरया निरीक्षितगते त्वं प्राविशो गोपुरम् आघोषानुमितत्वदागममहा हर्षोल्ललद्धि वक्षोज प्रगलत्पयोरसमिषात् त्वत्कीर्तिरन्तर्गता येष्यामीति विमुक्तयापि भगवन् आलेपदात्र्यात्तया दूरात् कादरया निरीक्षितगतिः त्वं प्राविशो गोपुरम् आघोषानुमितत्वदागममहा हर्षोल्ललद्देवगी വക്ഷോജപ്രകീർത്തിരന്തർഗതാ. ശ്ലോകം 8 പദച്ഛേദം. ആവിഷ്ടഃ നഗരിം മഹോത്സവവതിം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണനു തേജസാ നു പുരുഷൈഃ ദൂരേണ ദത്താന്തരഃ സ്രഗ്ഭിർഃ ഭൂഷിതം അർച്ചിതം വരധനുഃ മാം ഏതി വാദാത് പുരഃ പ്രാഗ്രഹ്ണ സമരോപയ കില സമാക്രാക്ഷിഃ അഭാംക്ഷിഃ അപി. ശ്ലോകം. ആവിഷ്ടോ നഗരീം മഹോത്സവവതിം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണനു തേജസാനു പുരുഷൈർ ദൂരേണ ദത്താന്തരാ. ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണനു തേജസാനു പുരുഷേർ ദൂരേണ ദത്താന്തര. സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർ മാം ഏതി വാദാത് പുരാ പ്രാഗ്രഹ്ണാ സമരോപയാ കില സമാ ക്രാക്ഷിർ അഭാംക്ഷിരപി. സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരദനൂർ മാമേതി വാദാത് പുരഃ പ്രാഗൃഹ്ണാ സമരോപയ കില സമാക്രാംക്ഷീരാഭാംക്ഷീരപി. ആവിഷ്ടോ നഗരിം മഹോത്സവവതിം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണനു തേജസാനു പുരുഷൈർ ദൂരേണ ദത്താന്തരാ. സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർ മാം ഏതി വാദാത് പുരാ പ്രാഗ്രഹ്ണാ സമരോപയാ കില സമാ ക്രാക്ഷിർ അഭാംക്ഷിരപി. ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണനു തേജസാനു പുരുഷേർ ദൂരേണ ദത്താന്തരഃ. സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരദനൂർ മാം ഏതി വാദാത് പുരഃ പ്രാഗൃഹ്ണാ സമരോപയ കില സമാക്രാംക്ഷീരഭാംക്ഷീരപി. ശ്ലോകം 9 പദച്ഛേദം. ശ്വഃ കംസ ക്ഷപണ ഉത്സവസ്യ പുരതഃ പ്രാരംഭ തുര്യോപമാ ചാപധ്വംസ മഹാധ്വനി സ്തവ വിഭോ ദേവാൻ അരോമാഞ്ചയത് കംസസ്യ അപി ച വേപതുഃ തദ് ഉദിത കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യ ആഹത രക്ഷിപൂരുഷർ വൈർ ഉത്ഫൂലിതോഃ അഭൂത്വയ. ശ്ലോകം.
स्वकंसक्षपणोत्सवस्य पुरता प्रारम्भतुर्योपमा चाबध्वंसमहाध्वनिस्तव विभो देवानरो माञ्जयत् शुक्खं सक्षपणोत्सवस्य पुरदा प्रारम्भदुर्योपमा चाबध्वं समहाध्वनिस्तव विभो देवान् अरोमाञ्जयत् कंसस्यापि च वेपतोस्तदुदिता कोदण्डखण्डद्वयी चण्डाभ्याहदरट्टिपोरुषरवैर् उत्कूलितो भूत्वया कंसस्याभिजवेपदुस्तदुदिता कोदण्डखण्डद्वयी चण्डाभ्याहदरक्षिपूरुषरवैर् उत्कूलितो भूत्वया स्वकंसक्षपणोत्सवस्य पुरता प्रारम्भतुर्योपमा चाबध्वंसमहाध्वनिस्तव विभो देवानरो माञ्जयत् कंसस्यापि च वेपदोस्तदुदिता कोदण्डखण्डद्वयी चण्डाभ्याहदरट्टिपूरुषरवैर् उत्कूलितो भूत्वया शुक्कं सक्षपणोत्सवस्य पुरदा प्रारम्भदुर्योपमा चाबध्वं समहाध्वनिस्तव विभो देवानरो माञ्जयत् कंसस्यापि च वेपदुस्तदुदिता कोदण्डखण्डद्वयी चण्डाभ्याहदरक्षिपूरुषरवैर् उत्कोलितो भूत्वया ശ്ലോകം 10 പദച്ഛേദം ശിഷ്ടൈഃ ദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തതഃ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമ. ശ്ലോകം ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തഥാ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തഥാ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതാം. ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമാം. ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമാം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തഥാ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം. ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമാം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദുഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തഥാ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം. ശ്രീദാംനാ സഹ രാധികാ വിരഹജം
ഖേദം വദൻ പ്രസവൻ ആനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരിയോം ജയശ്രീയക്ക, ഓമനക്ക. ഇനി അടുത്തായി ശ്ലോകത്തിന്റെ സാരാംശം പറയുന്നതിനായി ജയശ്രീ ശിവപ്രസാദ് അക്കയെ ക്ഷണിക്കുന്നു. അക്ക തന്നെ സമർപ്പണ ശ്ലോകവും ചൊല്ലുക. രവീന്ദ്രൻ പിള്ളയണ്ണൻ വന്നിട്ടില്ല. ഹരിയോം. ഹരി ഓം. ശ്രീമൻ നാരായണീയം ദശകം 74-ന്റെ അർത്ഥം നമുക്ക് ഒന്ന് നോക്കാം. ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം പറയുമ്പോൾ, മധ്യാഹ്നത്തോടുകൂടി മധുരാപുരിയിൽ എത്തിച്ചേർന്ന അങ്ങ് പട്ടണത്തിന് പുറമേയുള്ള പൂന്തോട്ടത്തിൽ താമസിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം സഖാക്കളായ ഗോപന്മാരുമൊത്ത് നഗരദർശനത്തിന് പുറപ്പെട്ടു. അങ്ങയെപ്പറ്റി വളരെയേറെ കേൾക്കുകയാൽ കാണുവാനുള്ള ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ അളവറ്റ പുണ്യത്തിന്റെ ശൃംഖലയാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടെന്ന പോലെ അങ്ങ് രാജവീതിയിൽ പ്രവേശിച്ചു. കുറച്ചുകൂടി ലളിതമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ, അങ്ങ് ഉച്ച കഴിഞ്ഞ് മധുരയിൽ എത്തിച്ചേർന്നു. ആ ഒരു ഉദ്യാനത്തിലിരുന്ന് വിശ്രമിക്കുകയും വിഹിതം ആഹാരം അശനഹ കഴിച്ചു ഗോപന്മാരോടൊത്ത് പുരിയും ഈക്ഷിതും കാണാനായി പുറപ്പെടുകയും ചെയ്തു. അങ്ങയെപ്പറ്റിയുള്ള കഥകൾ കേട്ട് ഒന്ന് കാണുവാനുള്ള ആഗ്രഹത്താൽ സ്ത്രീകളും പുരുഷന്മാരും നഗരത്തിൽ എത്തിച്ചേർന്നു. ഭട്ടതിരിപ്പാട് വീണ്ടും പറയുന്നത്, മധുരാപുരിയിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പുണ്യപ്രവൃത്തികളുടെ ചങ്ങലയാൽ ആകർഷിക്കപ്പെട്ടിട്ടാണോ അങ്ങ് രാജവീതിയിൽ ഇത്ര വേഗം പ്രവേശിച്ചത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ഒന്ന് നോക്കാം. ഹേ ശ്രീകൃഷ്ണ, അങ്ങയുടെ സരാഗമായ ചുവന്ന പാദശോഭകൾ പോലെ സരാഗങ്ങളും മനോഹാരിതയും പയോധര വർണ്ണമായ അങ്ങയുടെ ശരീരം പോലെ ആകർഷകത്വമുള്ള പയോധര ഭംഗിയുള്ളവരും ലോലങ്ങളായ അങ്ങയുടെ നേത്രാരബിന്ദങ്ങൾ പോലെ ലോലത്വമുള്ളവരും ഹാരിണിയായ അങ്ങയുടെ മാറിടം പോലെ ഹാരിണികൾ ആയവരും അങ്ങയുടെ മന്ദസ്മിതത്തിന്റെ ഗംഭീരോദാരത പോലെ പവിത്രകളായി പരിലസിക്കുന്നവരും കലാപം ധരിച്ച അങ്ങയുടെ തലമുടിക്കെട്ടിന്റെ കമനീയത പോലെ ഉജ്ജ്വലങ്ങളായ കലാപങ്ങൾ ധരിച്ചവരുമായ ആ നാഗരികാംഗനകൾ അങ്ങയെ ദർശിക്കാൻ വേണ്ടി ആഗതരായി. ഇത് കുറച്ചുകൂടി ലളിതമായിട്ട് നമ്മൾ പറയുമ്പോൾ ഭട്ടതിരിപ്പാട് തന്നെ പറയുകയാണ്, ഭഗവാന്റെ പാദങ്ങളുടെ ഒരു അരുണിമ, ഒരു നേർത്ത അരുണ പോലെ ആ സുന്ദരിമാരോട് ഉപമിക്കുമ്പോൾ സുന്ദരിമാരുടെ ആ നിറം ഭഗവാന്റെ ചുവന്ന പാദം പോലെ നിറമുള്ളവരായിരുന്നു മധുരാപുരിയിലെ സ്ത്രീകൾക്കെന്ന് പറയുക. അത്ര മനോഹാരികളായിരുന്നു അവർ. ഭഗവാനോടുള്ള അനുരാഗത്താൽ ആണ് മനോഹരകളായി തീർന്നത് എന്നും പറയാം. അതുപോലെ തന്നെ ഭഗവാന്റെ തിരുമേനി പോലെ വിലസുന്ന പയോധരം. ഇവിടെ പയോധരം ഭഗവാന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ കാർമേഘ വർണ്ണത്തോടു കൂടിയ ഭഗവാൻ. സ്ത്രീകളുടെ കാര്യത്തിൽ പയോധരം എന്ന് പറയുമ്പോൾ മാറിടം, സ്തനഭംഗിയോടുകൂടിയ സ്ത്രീകളെ പറ്റി പറയാം. മൂന്നാമതായി പറയുന്ന ഭഗവാന്റെ ദൃഷ്ടികൾ പോലെ ഇളകിയാടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കാണാനുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ അവരുടെ മനസ്സിന്റെ ഒരു മിടിപ്പ് അത് പറയുകയാണ്. അതുപോലെ ഭഗവാന്റെ മാറിടം ഭംഗിയാക്കുന്ന മുത്തുമാലകളാണ്. ആ മുത്തുമാലകള് പോലെ വെളുത്ത സുന്ദരികളായിട്ടുള്ള നഗരവാസികൾ. അതുപോലെ അങ്ങയുടെ പല്ലുകളെ പറ്റി പറയുന്നത്, മുല്ലമൊട്ട് പോലെ മനോഹരമായ പല്ലുകൾ ദൃശ്യമാകുന്ന അങ്ങയുടെ മന്ദസ്മിതം. അതുപോലെ നൈർമല്യ മനസ്സോടുകൂടിയ ആ മധുരാപുരിയിലെ സ്ത്രീകൾ അവർ അങ്ങയെ കാണാൻ വേണ്ടി ആ വഴിയരികിൽ വന്നു നിന്നു എന്നാണ് പറയുന്നത്. കജൗഖം മീൻസ് കജൗഖം എന്നാൽ അർത്ഥമാക്കുന്നത് ഇവിടെ തിരുമുടി, ഭഗവാന്റെ മുടി, കലാപം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം മയിൽപീലി എന്നും മയിൽപീലി വെച്ച് സുന്ദരമാക്കിയ ആ മുടി. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ
അത് പറയുന്നത് ആഭരണങ്ങൾ അണിഞ്ഞ സ്ത്രീകൾ, ഇങ്ങനെയുള്ള നഗര സ്ത്രീകൾ അങ്ങയെ കാണാൻ വേണ്ടി ആ വഴിയരികിൽ വന്നു നിന്നു എന്നാണ് പറയുന്നത്. പണ്ട് ഗോപികമാർ വൃന്ദാവനത്തിൽ എങ്ങനെയാണോ ഭഗവാന്റെ അരികിലേക്ക് ഓടിയെത്തിയത്, അതേപോലെ തന്നെ ഇവിടെ നഗരവാസികളായ സ്ത്രീകളും ഭഗവാന്റെ അരികിൽ ഓടിയെത്തി എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം, പ്രണയാർദ്രങ്ങളായ കടാക്ഷങ്ങളാൽ അവർക്ക് മോദം ജനിപ്പിച്ചുകൊണ്ട് അങ്ങ് സഞ്ചരിക്കെ ആനന്ദാത്ഭുതങ്ങളായ വിവിധ വികാരങ്ങളാൽ പരവശരായ ജനങ്ങൾ ഇളകി മറിഞ്ഞവരെ പോലെയായി തീർന്നു. വഴിയിൽ കണ്ട ഒരു അലക്കുകാരനോട് അങ്ങ് വസ്ത്രം യാചിച്ചപ്പോൾ, നിനക്ക് ആരാണ് വിലയേറിയ വസ്ത്രങ്ങൾ തരിക, നീ മാറിപ്പോകുക എന്ന് മതാന്ധനായ അവൻ മറുപടി പറഞ്ഞു. ഉടനെ തന്നെ അങ്ങ് കൈകൊണ്ട് അവന്റെ തലയെടുത്തു. അങ്ങനെ അവന് പുണ്യപ്രാപ്തി കിട്ടി എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ലളിതമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഭട്ടതിരിപ്പാട് പറയുകയാണ്, മധുരയിൽ പ്രവേശിച്ച ഭഗവാൻ തന്റെ മഹിമയെ ആ നഗരവാസികൾക്ക് കാണിച്ചു കൊടുത്തു. പലതരത്തിലും അവർക്ക് ഒരു നോട്ടം കൊണ്ട് പോലും നഗരവാസികൾക്ക് മനസ്സിലായി അങ്ങയുടെ മഹത്വം. വ്യാലോലേഷു, അവർ അതിൽ മുഴുകി വീണു. ഒരു അലക്കുകാരൻ അഥവാ ഒരു രചകൻ രാജാവായ കംസരാജാവിന്റെ വസ്ത്രങ്ങൾ അടുക്കി കൊണ്ടുവന്നു രാജകൊട്ടാരത്തിലേക്ക് പോകുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ ഒരു പടിയും എന്ന് വെച്ചാൽ ഒരു വസ്ത്രം പ്രാർത്ഥയൻ ഭഗവാൻ അവനോട് ചോദിച്ചു. ആ രചകനോട് ചോദിച്ചപ്പോൾ രചകൻ ക്രുദ്ധനായി ഭഗവാന്റെ ഭഗവത് മഹിമ അറിയാതെ അവൻ ഭഗവാനോട് ക്രുദ്ധനായിട്ട് ചോദിച്ചു, ഇടയനായി നിനക്ക് ആര് വസ്ത്രം തരും? രാജാവിന്റെ വസ്ത്രം ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് കടന്നുപോയി എന്ന് ക്രുദ്ധനായി പറഞ്ഞു. അത് കേട്ടപ്പോൾ സദ്യ പെട്ടെന്ന് തൃക്കരങ്ങളാൽ രചകന്റെ ശീർഷം ഭഗവാൻ എടുത്തു. രചകന് പുണ്യപ്രാപ്തി കിട്ടി എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്നത്, ഈ സംഭവം കണ്ട് അങ്ങുമിങ്ങും നിന്ന ആൾക്കാർ ഓടിയടുക്കുകയും ഭഗവാൻ മഞ്ഞ വസ്ത്രം എടുക്കുകയും ബലരാമൻ നീല വസ്ത്രം എടുക്കുകയും ഗോപന്മാർ അവർക്ക് വേണ്ടതെല്ലാം എടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നാരായണീയത്തിൽ പറയുന്നത് രചകന് മോക്ഷം ഭഗവാന്റെ കൈകളാൽ കിട്ടി എന്നും ആണ് പറയുന്നത്. നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ മഹനീയതയെ പറ്റിയാണ് പറയുന്നത്. നാലാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ലക്ഷ്മീകാന്തനായ ഭഗവാനെ, അങ്ങയെ ദർശിച്ചുണ്ടായ സന്തോഷത്താൽ സ്വരൂപത്തിനിണങ്ങുന്ന വിശിഷ്ട വസ്ത്രങ്ങൾ ദാനം ചെയ്ത ബുദ്ധിമാനായ ഒരു നെയ്ത്തുകാരന് അങ്ങ് സായുജ്യം നൽകി. ജീവാത്മാക്കളുടെ സുഹൃതത്തെ ആരറിയുന്നു? അനന്തരം ഒരു മാലകളാൽ സ്തോത്രങ്ങളാലും അങ്ങയെ ആദരിച്ചു. അവൻ യാചിച്ച ഭഗവത് ഭക്തിയും ക്ഷേമ ഐശ്വര്യങ്ങളും അവന് പ്രദാനം ചെയ്തു. ഭഗവാന്റെ മഹനീയത അറിയാതെ ഓരോരുത്തരും പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ മഹനീയത അറിഞ്ഞ ഒരു നെയ്ത്തുകാരൻ ഭൂയഹ ഇതൊക്കെ കണ്ട് ദൂരെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാന്റെ മഹനീയത അറിഞ്ഞ അയാളോട് ഭഗവാൻ വിശിഷ്ട വസ്ത്രം ചോദിച്ചപ്പോൾ നെയ്ത്തുകാരൻ വിശിഷ്ട വസ്ത്രങ്ങൾ കൊടുത്തു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് സാധ്യം നൽകി എന്നാണ് പറയുന്നത്. പുനഃ വേറൊരു സ്ഥലത്ത് ഒരു മാലകെട്ടുകാരൻ പുഷ്പങ്ങളും മാലകളും സ്തോത്രങ്ങളാലും ആദരിക്കുകയും അവൻ ഇവിടെ ഈ ജന്മത്തിൽ ചെയ്യുന്ന ഭഗവത് സ്മരണ മാത്രമല്ല, നേരത്തെ ഉള്ള ജന്മത്തിൽ ചെയ്ത ഭക്തിയും ഭഗവാൻ അറിയാം. ആർക്ക് എപ്പോൾ എങ്ങനെ മോക്ഷം നൽകണമെന്ന് ഭഗവാന് അറിയാം. അഞ്ചാമത്തെ ഭഗവാന് സമർപ്പിച്ചു. അങ്ങ് അവളുടെ ഹൃദയത്തിനും അംഗരാഗം അഥവാ അനുരാഗം ദാനം ചെയ്തു. അവളുടെ മനസ്സിന്റെ കൂനില്ലാത്തതായ അവസ്ഥയെ വ്യക്തമായി ശരീരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അങ്ങ് അവളെ മൃദുവായി കൈകൊണ്ട് പിടിച്ചുയർത്തി. അങ്ങയുടെ കരസ്പർശത്താൽ കൂനിയായ കുബ്ജ വിശ്വൈക സുന്ദരിയായി തീർന്നു. അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹേ അംഗ, അല്ലയോ ഭഗവാനെ, പിന്നീട്
ആ വഴിയിൽ അങ്ങോട്ട് പോയപ്പോൾ താമരക്കണ്ണുള്ള കൂനു വളവോട് കൂടിയ ഒരുവളെ അങ്ങ് കണ്ടു. അവൾ കംസരാജാവിന് പുരട്ടാനുള്ള കുറിക്കൂട്ടുമായി പോവുകയായിരുന്നു. അവളോട് ചോദിച്ചു, കുറുക്കൂട്ട് എനിക്കും തരാമോ എന്ന്. അപ്പോൾ അവൾക്ക് ഗോപികമാരെ പോലെ ഭഗവാനോട് അനുരാഗം വരികയും ആ അംഗരാഗത്തെ ഭഗവാന് അവൾ കൊടുക്കുകയും ചെയ്തു. അതിനു പകരമായി ഭഗവാൻ അവൾക്ക് കൊടുത്തത് തന്നിലുള്ളിരതയാണ്. അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നാണ് പറഞ്ഞത്. നമ്മളോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടാകണം എന്ന് വരികിലും അതും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ അവളുടെ മനസ്സിന് വളവില്ല, മനസ്സ് നിവർന്നത് കൊണ്ടാണ് ഭഗവാനെ അവൾക്ക് കണ്ടപ്പോൾ അവൾക്ക് ഭഗവത് മഹാത്മ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ വക്രതയില്ലാത്ത മനസ്സുള്ള അവളുടെ താടി പിടിച്ചിട്ട് അവളെ ഒന്ന് ഉയർത്തിയപ്പോൾ അവൾ വിശ്വൈക സുന്ദരിയായി മാറിത്തീർന്നു. ശ്ലോകം 6. ആറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം: മാർഗമധ്യത്തിൽ വെച്ച് അങ്ങയുടെ അത്ഭുത പ്രതാപങ്ങൾ അറിയുന്നവരും സുഹൃതശാലികളുമായ ജനങ്ങൾ തങ്ങളുടെ കഴിവനുസരിച്ച് താമ്പൂലം, മാല്യം എന്നിങ്ങനെയുള്ള വസ്തുക്കൾ അങ്ങേക്ക് സമർപ്പിച്ചു. അപ്പോൾ കുറച്ച് പുഷ്പമോ അഥവാ മറ്റെന്തെങ്കിലും വസ്തുവോ കയ്യിലെടുത്ത് ആ വഴിയിൽ മുകുളിത പാണിയായി വന്നു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, കഷ്ടം തന്നെ. അതുകൊണ്ടാണ് ഹേ പ്രഭു ഞാൻ ഇത്ര കഠിനമായ ദുഃഖം അനുഭവിക്കുന്നത് എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. ഈ കാഴ്ച കാണാൻ താൻ അവിടെ ഇല്ലാതായി പോയല്ലോ എന്നോർത്ത് മേൽപ്പത്തൂർ വിഷമിക്കുകയാണ്. അങ്ങ് ചെയ്ത മഹാത്മ്യത്തോടെയും അങ്ങയുടെ മഹാത്മ്യം അവർക്ക് വിശ്വാസം വന്നു. അവർ അവരവരുടെ ശക്തിക്കനുസരിച്ച് താമ്പൂലം, പൂക്കൾ, പൂമാല തുടങ്ങി അവ അങ്ങേക്ക് കാഴ്ചവെക്കാൻ തുടങ്ങി. തഥാ ആ സമയത്ത് കുസുമാതി പൂവോ എന്തെങ്കിലും ഒരു ഗൃണ്ണത എന്തെങ്കിലും കയ്യിലെടുത്ത് ആ മധുരാപുരിയുടെ വഴിയിൽ നിബദ്ധാഞ്ജലിയായിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് വന്നു നിൽക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് അല്ലയോ കൃഷ്ണ, അത് കാരണം ഇപ്പോൾ പോലും ഞാൻ വിഷമിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. വിപുലാം ആർത്തിം അത്രയധികം വിഷമം തോന്നുന്നു. പൂർവജന്മാർജിതമായ സുഹൃതം കൊണ്ട് മാത്രമേ ഭഗവാനോട് ഭക്തി ഉണ്ടാകൂ എന്നും മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഏഴാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം: ഭഗവാനെ, ഞാൻ നിന്റെ അരികിലേക്ക് പിന്നീട് വരുന്നതാണെന്ന് പറഞ്ഞ് പിരിയപ്പെട്ടവളാണെങ്കിലും അങ്ങേക്ക് ചന്ദനവും മാല്യവും ദാനം ചെയ്ത ആ കുബ്ജ അഥവാ സൈരന്ധ്രി എന്നു പേരായ വിശ്വേക സുന്ദരി പിന്നീട് കാതരഭാവത്തിൽ കണ്ണെത്തുന്ന ദൂരം വരെ നോക്കിക്കൊണ്ടിരിക്കെ അങ്ങ് നഗരഗോപുരത്തിൽ പ്രവേശിച്ചു. വെളിയിൽ നിന്ന് കേൾക്കപ്പെടുന്ന ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്നും അങ്ങയുടെ ആഗമനത്തെക്കുറിച്ച് തരളിത ചിത്തയായ ദേവകിയുടെ സ്തനങ്ങളിൽ നിന്നും പുത്രവാത്സല്യത്താൽ പ്രവഹിക്കുന്ന മുലപ്പാൽ എന്ന നാട്യത്തിൽ അങ്ങയേക്കാൾ മുമ്പ് അങ്ങയുടെ യശസ് രാജകൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്, ഇവിടെ കൂനിയായിരുന്ന ആ കൂനിയായിരുന്ന ആ സൈരന്ധ്രിയെ ഒരു വിശ്വൈക സുന്ദരിയാക്കി അവളിൽ അനുരാഗവും പകർന്നുകൊടുത്ത് ഭഗവാൻ അനുരാഗ വിവശയായ സൈരന്ധ്രിയെ അപ്പോൾ തന്നെ വിട്ടതിനു ശേഷം ഭഗവാൻ തന്റെ ഗൃഹത്തിലേക്ക് വരുവാൻ വേണ്ടി ലജ്ജ കൂടാതെ ഭഗവാന്റെ ഉത്തരീയത്തിൽ പിടിച്ചു വലിച്ച് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ വരാം, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഏഷ്യാമീതി വിമുക്തയാ കൈപിടിച്ചു വിട്ടിട്ട് പറഞ്ഞു. ഭഗവാനെ തന്നെ ദൂരെ നിന്ന് ഇങ്ങനെ വിരഹഭീതിയോടെ നോക്കി നിൽക്കെ ഭഗവാൻ ഗോപുരത്തിനുള്ളിലേക്ക് കടന്നു. രാജകൊട്ടാരത്തിന്റെ ഗോപുരത്തിനുള്ളിലേക്ക് കടന്നു. ജനങ്ങളുടെ ആ ഒരു ആഘോഷ തിമർപ്പ് കേട്ടിട്ട് അങ്ങ് വരുന്നുണ്ട് എന്ന് രാജകൊട്ടാരത്തിന് ഉള്ളിലുള്ള തടവറയിൽ പോലും അറിയാൻ സാധിച്ചു. ആ മഹാഹർഷം, ജനങ്ങളുടെ ആ മഹാഹർഷം ഉളവായ ദേവകിയുടെ സ്തനങ്ങൾ ചുരന്നുപോയി. ഭഗവാനെ കുറിച്ചുള്ള കീർത്തി അങ്ങയേക്കാൾ മുൻപേ ഭഗവാൻ ആ രാജകൊട്ടാരത്തിനുള്ളിൽ എത്തിച്ചേർന്നു എന്നർത്ഥം. എട്ടാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം നമുക്ക് ഒന്ന് നോക്കാം. കാർമുക യജ്ഞത്തിന്റെ ഉത്സവ അന്തരീക്ഷമുള്ള മധുരാപുരിയിലേക്ക് പ്രവേശിച്ച അങ്ങേക്ക് സൗന്ദര്യത്താലോ തേജസ്സാലോ വശീകൃതരായ ഭക്തജനങ്ങൾ ദൂരെ നിന്ന് തന്നെ വഴി തുറന്നു കൊടുത്തു. അനന്തരം യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നതും
കാർമുകം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതുമായ ശാലയിലേക്ക് പ്രവേശിച്ച അങ്ങ് മാല്യങ്ങളാൽ അലങ്കൃതമായി അർച്ചിക്കപ്പെടുന്ന ആ ഉത്കൃഷ്ടമായ വില്ലെടുക്കുകയും കാവൽ ഭടന്മാർ തടയുന്നതിന് മുൻപ് തന്നെ അത് കുലച്ച് മുറിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുമ്പോൾ, ധനുർയാഗം കാണിക്കാൻ എന്ന വ്യാജേനയാണ് ഭഗവാനെ മധുരയിലേക്ക് കൊണ്ടുവന്നത്. ധനുർയാഗം എന്ന മഹോത്സവം നടക്കുന്ന നഗരിയിൽ പ്രവേശിച്ചതിന് ശേഷം ധനുസ് വെച്ചിരിക്കുന്ന ആ കോദണ്ഡശാലയിലേക്ക് അങ്ങ് പ്രവേശിച്ചു. ഭഗവാന്റെ തേജസ് കണ്ടിട്ടാണോ എന്നറിയില്ല, ശാപത്തിന് രക്ഷകരായി നിന്ന ആ കാവൽക്കാർ അറിയാതെ വഴി മാറി നിന്നുപോയി. മാലകളാൽ അലങ്കരിച്ചു വെച്ച ധനുസിനെ ഭഗവാൻ കയ്യിലെടുത്തതും ചാപരക്ഷകർ വിളിച്ചു പറഞ്ഞു, തൊടരുത്, അത് എടുക്കരുത് എന്ന്. പക്ഷേ ഭഗവാൻ ചാപം കയ്യിലെടുത്തതും മുറിച്ചതും എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. രാമകൃഷ്ണന്മാരെയും നന്ദഗോപരെയും എല്ലാം കൊണ്ടുവന്നത് ധനുർയാഗം കാണാൻ വേണ്ടിയാണ് എങ്കിൽ അത് തന്നെ അങ്ങ് നടത്തിയേക്കാം എന്ന് ഭഗവാൻ വിചാരിച്ചു. ഇനി 9ാമത്തെ ശ്ലോകത്തിന്റെ ആ ഒരു അർത്ഥം നമുക്കൊന്ന് നോക്കാം. അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന കംസവധോത്സവത്തെ വിളംബരം ചെയ്യുന്ന പെരുമ്പറ പോലെ മുഴങ്ങി അങ്ങ് ചാപം മുറിച്ചപ്പോൾ ഉണ്ടായ ഉഗ്രനാദം ശ്രവിച്ച ദേവന്മാർ കോൾമേർ കൊണ്ടു. അത് കേട്ട കംസൻ ഭയചകിതനായി വില്ലിന്റെ 2 ഖണ്ഡങ്ങളാലേറ്റ ഉഗ്രപ്രഹരങ്ങളേറ്റ് നിലവിളിച്ച കാവൽ ജനങ്ങളുടെ ശബ്ദം ആ വിറയെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ധനുസ് ഒടിച്ച് അത് കംസവധത്തിന്റെ പ്രാരംഭ ധ്വനിയായിട്ട് കരുതണം. അഥവാ നമ്മൾ ഒരു അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ അതിനു മുമ്പേ ഒരു പ്രാരംഭ ധ്വനിയായിട്ട് കേളികൊട്ടുണ്ടാവും. അതുപോലെ ഹേ വിഭോ, ഭഗവാനെ നാളെ തന്നെ കംസക്ഷപണം എന്ന ഒരു ഉത്സവത്തിന് മുമ്പുള്ള കേളികൊട്ടിന് തുല്യമായിരുന്നു ആ ചാപ ഒടിച്ച് ശബ്ദം കേട്ടത്. ചാപ ഒടിഞ്ഞപ്പോൾ ഉണ്ടായ ആ ശബ്ദം കേട്ട ദേവന്മാർക്ക് രോമാഞ്ചം ഉണ്ടാവുകയും എന്നാൽ കംസ രാജാവിന് അത് കേട്ടപ്പോൾ വിറയൽ ഉണ്ടാവുകയുമാണ് ചെയ്തത്. ചാപത്തിന്റെ 2 കഷ്ണങ്ങൾ കൊണ്ട് ചാപരക്ഷയ്ക്ക് നിർത്തിയിരുന്നവരെ അങ്ങ് അടിച്ചു. അവരുടെ നിലവിളി കൂടി ആയപ്പോൾ കംസ രാജാവിന് വിറയൽ വർദ്ധിക്കുകയും കംസന് വിറയൽ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു പരവേശം ഉണ്ടാവുകയും ചെയ്തു. 10ാമത്തെ ശ്ലോകം. 10ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം സദ്വൃത്തന്മാർ ആനന്ദത്തോടും ദുർഭകന്മാർ ഭീതിയോടും കൂടി ദർശിക്കുന്ന മഹാത്മ്യമുള്ളവനായ അങ്ങ് നഗരദൃശ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചു കണ്ട് സന്ധ്യയായപ്പോൾ നന്ദഗോപൻ മുതലായ സ്വജനങ്ങൾ ഇരിക്കുന്ന പൂന്തോട്ടത്തിലെത്തി. ശ്രീരാമൻ എന്ന ഇഷ്ടഗോപനോടുകൂടി രാധയെ പിരിഞ്ഞതുകൊണ്ടുണ്ടായ ദുഃഖത്തെപ്പറ്റി പറഞ്ഞു കിടന്നുറങ്ങി. ശ്രീകൃഷ്ണനായി അവതാരമെടുത്തതിന്റെ പ്രധാന ഉദ്ദേശം സാധിക്കാൻ അവസരം വന്നതുകൊണ്ട് ആനന്ദിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. കംസ രാജാവിന് ഉള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഭഗവാൻ ആ ചാപം ഒടിച്ചത്. ആ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം ഭഗവാൻ വീണ്ടും ആ ഉദ്യാനത്തിലേക്ക് തന്നെ തിരികെ പോയി. രാജകൊട്ടാരം എല്ലാം നടന്ന് കണ്ട് അവിടുത്തെ സമ്പദ് മഹിമ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഗോപന്മാരോടൊത്ത് പ്രധാനമായും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ശ്രീധാമാവിനോട് കൂടി രാധയെ പിരിഞ്ഞിരിക്കുന്ന തന്റെ ദുഃഖത്തെ കുറിച്ച് പറയുകയും അങ്ങനെ കിടന്നുറങ്ങുമ്പോഴും താൻ എന്തിനാണോ അവതരിച്ചത്, ആ അവതാര ഘടനയുടെ ഉദ്ദേശം എന്ത്, അതെല്ലാം ഓർമ്മയിൽ വരികയും അതെല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു എന്ന് കണ്ട് ആനന്ദ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണേ എന്ന് പറയുകയാണ്, സമർപ്പിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. ഹരി ഓം. ഓം സമർപ്പണ ശ്ലോകം നമുക്ക് ചൊല്ലാം. ഓം കായേന വാചാ മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി.
ഓം ശ്രീ സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരിയോം ജയശ്രീ അക്ക. അടുത്തതായിട്ട് നന്ദി പ്രകാശനത്തിനായി ഓമനക്കുട്ടിയൊക്കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോ ഓമനക്കുട്ടിയക്ക. ഹരി ഓം. ശ്രീമദ് നാരായണ പഠനയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പത്തനംതിട്ട കോട്ടയം ജില്ല പിന്നീടാറായപ്പോൾ നന്ദി പ്രകാശനം നടത്തുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ യാത്രയിൽ ഉടനീളം സഞ്ചരിച്ച് സമന്വയിപ്പിച്ച് പത്തനംതിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ ആദരണീയായ ഇന്ദിരാദേവി അക്കയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരാശയമായിരുന്നു എല്ലാ ജില്ലകൾ തോറും പഠന ക്ലാസ് നടത്തണമെന്നുള്ളത്. അതിനു വേണ്ടുന്ന എഫേർട്ട് എടുത്ത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഏറ്റവും ആത്മാർത്ഥമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ വരെ വിജയകരമായി കൊണ്ടു നടന്ന അക്കയ്ക്ക് ഇവിടെ എത്തിയ എല്ലാവരുടെയും സമിതിയുടെയും എന്റെയും പേരിലുള്ള നന്ദി ആദരപൂർവ്വം അർപ്പിക്കുന്നു. വളരെ നന്ദിയായി ധ്യാന ശ്ലോകം ചൊല്ലിയ സൂര്യനാരായണൻ അണ്ണൻ, ഗായത്രി അക്ക, ആദ്യശ്രീ അക്ക എന്നിവർക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ചാറ്റിംഗ് ഗൈഡൻസ് ചെയ്ത ബഹുമാന്യായ ജയശ്രീ കൃഷ്ണകുമാർ അക്ക, ഏറ്റവും നന്നായി വളരെയധികം വ്യക്തമായും ഭക്തിയോടെയും റെപ്പറ്റേഷൻ ചെയ്ത ജയശ്രീ കൃഷ്ണകുമാർ അക്ക, അതുപോലെ തന്നെ റെപ്പറ്റേഷൻ ചെയ്ത ബഹുമാന്യായ വിമല അക്ക, ജയലക്ഷ്മി അക്ക, ആനന്ദവല്ലി അക്ക, ഓമന അക്ക, എക്സ്പ്ലനേഷൻ ചെയ്ത ബഹുമാന്യ ജയശ്രീ ശിവപ്രസാദ് അക്കയ്ക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുന്നു. നാരായണീയ പഠന ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ ഗോപകുമാർ അണ്ണൻ, എഡിറ്റ് ചെയ്യുന്ന സുനീന അക്ക, അതുപോലെ തന്നെ അണിയറയിൽ പ്രവർത്തിക്കുന്ന സിന്ധു അക്ക എന്നിവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. സമർപ്പണ ശ്ലോകം ചൊല്ലിയ ജയശ്രീ ശിവപ്രസാദ് അക്കയ്ക്കും ലോക കല്യാണ മന്ത്രം ചൊല്ലുന്ന പ്രഭാകരൻ അണ്ണനും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. ആരെയെങ്കിലും ഈ സന്ദർഭത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സമിതിയിലുള്ള മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇവിടെ നിന്നും യാത്ര തിരിച്ച് തലസ്ഥാന നഗരിയിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുമുറ്റത്ത് നമുക്ക് ഒന്നിച്ചു ചേരാം എന്നുള്ള ആഗ്രഹത്തോടെ ഹരി ഓം. ഹരിയോ. അടുത്തതായി ലോകകല്യാണ മന്ത്രം ചൊല്ലുന്നതിന് വേണ്ടി പ്രഭാകരൻ അണ്ണനെ ക്ഷണിക്കുന്നു. ഹരിയോ. നിവർന്നിരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതിയിൽ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.